എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ 2 തൻ്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് മാറുന്ന വ്യാഴം കർക്കിടക രാശിക്കാർക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പുണർദം അവസാന പാദം, പൂയം, ആയില്യം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ രാശിയാണ് കർക്കിടക രാശി. കർക്കിടകത്തിൻ്റെ സോഡിയക് നെയിം ക്യാൻസർ, പിന്നീട് മറ്റുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടാറോട്ട് കാർഡിൽ ഇവരും ചോദിച്ചിട്ടുള്ളതാണ്. ടാറോ കാർഡിനെ കുറിച്ച് പറഞ്ഞു തരുമോ? ടാറോ കാർഡിൻ്റെ ഓരോന്നിനെയും തീർച്ചയായിട്ടും ടാറോ കാർഡിലെ ഓരോ കാർഡുകളെയും കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു തരാവുന്നതാണ്. എന്നാൽ ഇതിപ്പോൾ കർക്കിടക രാശി അഥവാ ക്യാൻസറിൻ സോഡിയാക് സൈനിലെ ചാരിയറ്റാണ് കാണുന്നത്. ഇതിൽ കാണുന്ന ചാരിയറ്റ് എന്ന കാർഡ് റൈഡർ എന്ന് പറയുന്ന സാധാരണ തുടക്കക്കാരുടെ കയ്യിലുള്ള കാർഡാണ്. കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ മറ്റ് ഒറാക്കിൾ കാർഡുകളിൽ നിന്നും കാർഡുകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇമോഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാശിയാണ് ജലരാശിയായിട്ടുള്ള കർക്കിടകം. അതുകൊണ്ട് ചന്ദ്രകാന്തം, മുത്ത് എന്നതാണ് ഭാഗ്യ കല്ലായിട്ട് ഉപയോഗിക്കാറുള്ളത്. കർക്കിടക രാശിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം പറഞ്ഞു തരൂ, രത്നക്കല്ലുകളടക്കം പറഞ്ഞു തരൂ എന്നുള്ള അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. രത്നരാശികളെക്കുറിച്ച് വിശദമായിട്ട് ഓരോ കല്ലും അതിൻ്റെ പകരക്കാരനായിട്ടുള്ള കല്ലുകളെയും കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാനത് പിന്നീട് ഒരു വീഡിയോ ചെയ്തു തരാം. ഇപ്പോൾ നമുക്ക് കർക്കിടക വ്യാഴത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയാം. അതായത് നാം മുമ്പ് പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടികളാണ് 5ലേക്കും 7ലേക്കും 9ലേക്കും. അപ്പോൾ വ്യാഴം നിൽക്കുന്ന കർക്കിടക രാശിയിൽ നിന്നും 5ാം ഭാവമായിട്ടുള്ള വൃശ്ചികത്തിലേക്ക്. ചെറിയ ഒരു കാര്യം, കർക്കിടക രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ നീചരാശിയാണ് വൃശ്ചികം. ഗുണം മാത്രം പറഞ്ഞത് കേട്ട് സന്തോഷിക്കുക എന്നുള്ളതിനേക്കാളും അതിലുള്ള പ്രശ്നങ്ങളെ കണ്ട് അത് പരിഹരിക്കുക എന്നതാണ് എൻ്റെ ഒരു രീതി. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടം ഉണ്ടായിരിക്കും. കാരണം എന്താണ്? 9ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ നോട്ടം. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള വ്യാഴം ഉച്ചസ്ഥനായി നിന്നുകൊണ്ട് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ക്ഷേത്രത്തിലേക്ക്, അതായത് 9ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കയ്യിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല ധനം തിരികെ ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങളുണ്ടാകും. ഇതെല്ലാം തന്നെ കടബാധ്യതകളിൽ നിന്നും ഒരുപാട് ആശ്വാസം. ഇതെല്ലാം നമുക്ക് ാണെങ്കിലും സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ഏത് വിധത്തിലും പണം നമ്മുടെ കയ്യിലേക്ക് എത്തും. ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ജോലി അനുകൂലമായ സമയമാണ്. ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് രാശി നോക്കുമ്പോൾ നമുക്ക് പറയാനായി സാധിക്കുന്നത്. സന്താന ഭാഗ്യം, മംഗളകർമ്മങ്ങൾ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 5ാം ഭാവത്തിലേക്ക് നോട്ടമാണ് അല്ലേ. അതുകൊണ്ട് ഉപരിപഠനത്തിനൊക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യമാണെങ്കിലും പൊതുവെ തൃപ്തികരമാണെങ്കിലും 5ാം ഭാവമാണ് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുക. അവിടേക്ക് വ്യാഴത്തിൻ്റെ നോട്ടമില്ല എങ്കിലും അത് സ്വന്തം ക്ഷേത്രമാണെന്നുള്ള ഗുണമാണ് അവിടെയുള്ളത്. വ്യാഴം ഇത്ര അനുകൂലമാണെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷമയോടും പക്വതയോടും കൂടി കാര്യങ്ങളെ സമീപിക്കണമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് ദോഷങ്ങളും ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. കരമായ അവസ്ഥ എന്ന് പറയുന്നത് നീചത്തിലേക്ക്, 7ാം ഭാവത്തിലേക്ക്, മകരം നീചരാശിയാണ് വ്യാഴത്തിൻ്റെ. ആ നീചരാശിയിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായി നോക്കുമ്പോൾ നീചഭംഗ രാജയോഗത്തിനും അമൃതയോഗത്തിനും സാധ്യതയുണ്ട്. ഇത് വളരെ വിശേഷപ്പെട്ട യോഗമാണ്. അപൂർവമായി ലഭിക്കുന്ന ഒരു യോഗമെന്ന് തന്നെ പറയാം. കാരണം 12 വർഷത്തിലൊരിക്കലേ കർക്കിടകത്തിലേക്ക് വ്യാഴം എത്തുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു അവസ്ഥ ഈ ഒരു വർഷത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി 12 വർഷം നാം കാത്താൽ മാത്രമേ ഇങ്ങനൊരു സമയം കിട്ടൂ. വ്യാഴത്തിൻ്റെ ഈ പ്രത്യേക ദൃഷ്ടിയെ അമൃത ദൃഷ്ടി എന്നാണ് പറയുന്നത്. വളരെ 12 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന 5ലേക്കും 7ലേക്കും 9ലേക്കും, അതായത് പ്രത്യേകതകൾ ഏതൊക്കെയാണ്? 9ാം ഭാവം സ്വക്ഷേത്രമാണ്. 7ാം ഭാവം നീചമാണ്. അവിടെ നീചഭംഗ രാജയോഗം വരികയാണ്. ലഗ്നാധിപനായിട്ടുള്ള 5ാം ഭാവാധിപൻ, അതായത് ചന്ദ്രനാണ് കർക്കിടകത്തിൻ്റെ ലഗ്നത്തിൻ്റെ അധിപൻ. അതിനെയും നീചഭംഗം അവിടെ വരികയാണ് വ്യാഴത്തിൻ്റെ നോട്ടം കൊണ്ട്. ഇങ്ങനെ ഒരു അമൃത ദൃഷ്ടിയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടം ഇനി 12 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വിശേഷം. പക്ഷേ ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട മറ്റൊന്ന് വ്യാഴത്തിൻ്റെ വക്രഗതിയാണ്.
2026 തന്നെ ഒരു തവണ വക്രഗതി സംഭവിച്ചിട്ടുണ്ട്. അത് 2025 ഡിസംബർ 5 മുതൽക്ക് 2026 മാർച്ച് 11 വരെ വ്യാഴം മിഥുനത്തിൽ വക്രഗതിയിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വക്രഗതി എന്താണെന്ന് നോക്കാം. വക്രഗതിയെക്കുറിച്ചിട്ട് അറിയണമെന്ന് പറഞ്ഞ് സാധാരണ ജാതകം നോക്കാൻ വരുന്നവർക്കൊക്കെ ഇത് എന്താണ് വക്രഗതി, വക്രഗതിയിൽ ഏത് ഗ്രഹവും വക്രഗതിയിൽ ഒരുപാട് ഫലം തരുമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാമെങ്കിലും ഇപ്പോഴും നമുക്കതിന് വിശദമാക്കാം. ഗ്രഹം ഭൂമിയിൽ നിന്ന് നോക്കുമ്പം പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുക, ഇതാണ് വക്രഗതി. അത് വെറുതെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുക, തോന്നൽ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും അധികം ബലം കൂടുന്നേ എന്ന് ചോദിക്കുക. എങ്കിലൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വക്രഗതി അഥവാ റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഗ്രഹം പിന്നോട്ട് പോകുന്നില്ല, പക്ഷേ ഭൂമി ആ ഗ്രഹത്തെ മറികടന്ന് പോവുകയാണ്. അതായത് നമുക്കെന്താ പറയുക, ദൃശ്യഭ്രമം എന്ന് പറയും. നാം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാടും ചെടികളും എല്ലാം തന്നെ പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനാണെങ്കിൽ കൂടെ അത് ചലിക്കുന്നതായി നമുക്ക് തോന്നും. ഇതാണ് വക്രഗതിയുടെ പ്രതിഭാസം. യഥാർത്ഥത്തിൽ ഇവിടെ ഗ്രഹത്തിന് വക്രഗതി സംഭവിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? ഇതിനെ പറയുന്ന പേരാണ് ചേഷ്ടാബലം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ഒരു ഗ്രഹം വക്രഗതിയിലാവുക, എന്നാൽ അത് അങ്ങനെ ഗതി വരിക എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അത് അടുത്തു വരുന്നുവെന്ന് തോന്നുകയാണ്, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അടുത്തടുത്ത് നിൽക്കുന്ന നമുക്ക് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ കൂടെ വരുന്നതായിട്ടും സൂര്യൻ നമ്മുടെ കൂടെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. അതുപോലെ ഈ ഗ്രഹവുമായിട്ടുള്ളൊരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടുക. ഭൂമിയിൽ നിന്നുള്ള ആ ഗ്രഹത്തിൻ്റെ ദൂരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത് ഭ്രമണപഥത്തിൽ കൂടെ അത് കടന്നു പോകുമ്പം നമ്മുടെ ഭൂമിയുടെ ചലനത്തിൻ്റെ വ്യത്യാസം, വേഗതയിലുള്ള വ്യത്യാസം അനുസരിച്ച് നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ആ ഗ്രഹം നമ്മളുടെ അടുത്ത് തന്നെ, വളരെ അടുപ്പമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ബലം സംഭവിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ടോർച്ച് ലൈറ്റ് വളരെ ദൂരെ നിന്ന് കാണുകയും വളരെ അടുത്തെത്തുമ്പോൾ കാണുന്നുള്ള വ്യത്യാസമില്ലേ? അടുത്തെത്തുമ്പോൾ അതിൻ്റെ പ്രകാശവും അതിൻ്റെ ഒരു കണ്ണൊക്കെ നമ്മളൊന്ന് അടയ്ക്കില്ലേ, സ്വാധീന ശക്തിയും കൂടും. ഇത് തന്നെയാണ് ചേഷ്ടാബലം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ കർക്കിടകത്തിൻ്റെ ഉച്ചസ്ഥിതിയേക്കാളും ഒന്നും കൂടെ ഫലവത്താണ് ചേഷ്ടാബലം. അപ്പോൾ പിന്നെ പറയാനുണ്ടോ? ഉച്ചസ്ഥനും വക്രനുമായി കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഫലം ഇരട്ടിയായി. ഇനിയൊരു വക്രഗതി എപ്പോഴാണ് സംഭവിക്കുന്നത്? 2026 ഡിസംബർ 13 അത് സംഭവിക്കുന്നത്. നന്ദി.